الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണികനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് എല്ലാം അല്ലാഹു നാം ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ ദുനിയാവ് പരീക്ഷണത്തിന്റെ ലോകമാണ്. സത്യവിശ്വാസികൾക്ക് പരീക്ഷണം ഏറുകയും ചെയ്യും. അത്തരം സന്ദർഭത്തിൽ ഏറ്റവും ക്ഷമ അവലംബിക്കുന്നത് ആര്? അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് ആര് എന്ന് തിരിച്ചറിയാവുന്ന വിധം അല്ലാഹു പരീക്ഷിക്കും. ആ ദുരിതഘട്ടത്തിൽ പലപ്പോഴും അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് തെന്നി മാറാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യരിലുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളിൽ നിന്ന് തെന്നി മാറാനുള്ള ഒരു ടെൻഡൻസി സ്വാഭാവികമായി മനുഷ്യരിലുണ്ടാവും. അതും കൂടി അല്ലാഹു പരീക്ഷിക്കുകയാണ്. ആ സമയത്ത് ഈമാൻ നഷ്ടപ്പെടാതെ, ദീനിൽ നിന്ന് വ്യതിചലിക്കാതെ ആര് നിലകൊള്ളുന്നു അവർക്ക് അല്ലാഹുവിന്റെ സഹായവും വിജയവുമുണ്ട്. എല്ലാ സന്ദർഭത്തിലും അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ത്യാഗമാണ് പ്രിയപ്പെട്ടവരെ. നാമൊക്കെ സ്വർഗം കൊതിക്കുന്നവരല്ലേ? അല്ലാഹു പറഞ്ഞു, വെറുതെ സ്വർഗം കൊതിച്ചിട്ട് കാര്യമില്ല. പ്രയാസങ്ങൾ സഹിക്കാൻ തയ്യാറില്ലാതെ സ്വർഗം നേടുക സാധ്യമല്ല എന്ന് അല്ലാഹു തീർത്തു പറയാം. സൂറത്തുൽ ബഖറയിലെ 214 വചനം ശ്രദ്ധിച്ചു മനസ്സിലാക്കൂ നിങ്ങൾ. അം ഹസിബ്തും അൻ തദ്ഖുലൽ ജന്നത, നിങ്ങൾ സ്വർഗത്തിൽ കടക്കാമെന്നങ്ങ് വിചാരിക്കുകയാണോ? നേർക്ക് നേരെയാ, നമ്മളോടാണ്, ഖുർആന്റെ അനുയായികളോടാണ്, സത്യവിശ്വാസികളാണ് റബ്ബിന്റെ ചോദ്യം. സ്വർഗത്തിൽ അങ്ങ് കടക്കാമെന്ന് ധരിക്കുകയാണോ? വലമ്മായത്തിക്കും മസലുല്ലദീന ഖലൗ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങൾക്ക്
ബാധിച്ചതുപോലെയുള്ളത് ബാധിക്കാതെ, ഒരു പ്രയാസവും സഹിക്കാതെ നിങ്ങൾ അങ്ങ് സ്വർഗത്തിൽ കിടക്കാമെന്ന് മോഹിക്കുകയാണോ? മസ്സത്തുഹുമുൽ ബഅ്സാഉ വദ്ദറാ. ആ മുമ്പുള്ള വിശ്വാസി സമൂഹങ്ങളിലെ ആ സമൂഹങ്ങൾക്ക് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ബാധിച്ചു. വസുൽസിലു. അത് മാത്രമല്ല, അവര് വിറപ്പിക്കപ്പെട്ടു. ജീവൻ അങ്ങടോ ഇങ്ങടോ എന്ന നിലയിൽ, നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിൽ വിറപ്പിക്കപ്പെട്ടു. റസൂൽ വല്ലദീന ആമനൂ മഅഹു മത്താ നസ്റുല്ലാഹ്. ഏതുവരെ എന്ന് അള്ളാഹ് പറഞ്ഞു. അള്ളാഹുവിന്റെ അന്നത്തെ റസൂൽ ചോദിച്ചു പോയി, വല്ലദീന ആമനൂ മഅഹു, വിശ്വാസികളും, മത്താ നസ്റുല്ലാഹ്, ഇനി എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായമെന്ന് വിശ്വാസികൾ മാത്രമല്ല അള്ളാന്റെ റസൂലും ചോദിച്ചു പോയി. അത് ഉറപ്പിക്കൽ എങ്ങനെയായിരിക്കും? എത്ര വലിയ പരീക്ഷണമായിരിക്കും ആലോചിക്കുന്നത്. ഇനി എപ്പോഴാണ് അള്ളാന്റെ സഹായം? വിശ്വാസികൾ ചോദിച്ചേക്കും പല ഘട്ടത്തിൽ. റസൂല് പോലും, അന്നത്തെ റസൂല് പോലും ചോദിക്കുമാറ് വിറപ്പിക്കപ്പെട്ടു. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അറിയണേ, അല്ലാഹുവിന്റെ സഹായം തൊട്ടടുത്തുണ്ട്. അതാണ് അല്ലാഹു നൽകുന്ന സന്തോഷ വാർത്ത. റബ്ബിന്റെ സഹായം തൊട്ടടുത്തുണ്ട്. നിങ്ങൾ ഈമാൻ തെറ്റിക്കണ്ട, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ കുറവ് വരുത്തണ്ട, റസൂലിന്റെ ചര്യ പിൻപറ്റുന്നതിൽ വീഴ്ച വരുത്തണ്ട. അള്ളാഹുവിന്റെ സഹായം തൊട്ടടുത്തുണ്ട്. ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളർത്തിയെടുത്ത സഹാബത്തും ജീവിച്ചത്. സുഖകരമായിരുന്നില്ല, അവരുടെ അവസ്ഥ സുഖകരമായിരുന്നില്ല. മക്കയിൽ 13 കൊല്ലം പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷവും മദീനയിലെ താമസകാലത്തും പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ, ഈ വിറപ്പിക്കലുണ്ടായി എന്ന് തന്നെ പറഞ്ഞതല്ലേ. മദീന സൈന്യങ്ങൾ മുഴുവൻ മദീന വളഞ്ഞ സന്ദർഭത്തിൽ വിറപ്പിക്കപ്പെട്ടു. രക്ഷ വല്ലതുണ്ടോ? അള്ളാന്റെ സഹായം എപ്പോഴാണ് എന്ന് ചിന്തിക്കുവോളം അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം വളരെ അടുത്താണ്. ഈ സത്യം, ഈ യാഥാർത്ഥ്യം എപ്പോഴും ഉൾക്കൊണ്ട വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് വളർത്തിയെടുത്ത സഹാബത്തും അങ്ങനെ തന്നെയാണ്. പ്രവാചകന്റെ ജീവിതത്തിൽ അനേകം സന്ദർഭങ്ങൾ, ഒരൊറ്റ സന്ദർഭം മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടിട്ടും അനങ്ങാതെ നിൽക്കാൻ പറ്റുക എന്നത് അത്ഭുതാവഹമാണ്. നമുക്ക് സാധ്യമാവാത്തത്, ഇന്നത്തെ നമ്മുടെ ഉമ്മത്തിന് തീരെ പറ്റാത്തത്. ക്ഷമിക്കൂല, അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിക്കില്ല, അപ്പൊ തന്നെ പല രീതിയിൽ പ്രതികരിച്ചു കളയും. അങ്ങനെയാണ് ഇപ്പൊ ഈ കാണുക ലോകം മുഴുവൻ. അത്തരം പ്രതികരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹിജറ 6-ാം കൊല്ലം ഒരൊറ്റ സംഭവം, അതിലുള്ള പാഠങ്ങൾ, ആദ്യം തൊട്ട് അവസാനം വരെയുള്ള പാഠങ്ങൾ പഠിച്ചാൽ മതി. മേൽക്കേട്ട ആയത്ത് എത്രമാത്രം അവരുടെ ജീവിതത്തിൽ അവർ സ്വീകരിച്ചു എന്നറിയാം. ഹിജറ 6-ാം കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, എനിക്ക് സ്വപ്നത്തിൽ അള്ളാഹു അറിയിച്ചിരിക്കുന്നു, മക്കയിൽ പോയി ഉംറ നിർവഹിച്ചു പോരുമെന്ന്. ഇത് കേട്ടപ്പോ സഹാബത്തിന് അങ്ങേയറ്റത്തെ സന്തോഷമായി. റസൂലിന്റെ കൂടെ പോകാൻ അവർ തിടുക്കം കൂട്ടി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 സഹാബികളും ഹിജറ 6-ാം കൊല്ലത്തിലാണ് മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ ബലിമൃഗങ്ങളുമായി. വെറും വാള് മാത്രം, യുദ്ധത്തിന്റെ സജ്ജീകരണങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ബലിമൃഗങ്ങളുമായി പോകുന്നത് യുദ്ധമില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്, യുദ്ധത്തിനല്ല. ഉംറ നിർവഹിച്ച് കഅബ തവാഫ് ചെയ്ത് പോരാൻ വേണ്ടി പുറപ്പെട്ടു. ഈ വിവരമറിഞ്ഞ ഖുറൈശികൾ ഒരിക്കലും പ്രവാചകനെയും അനുയായികളെയും മക്കയിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല എന്ന് തീരുമാനമെടുത്തു. പ്രധാന വഴിയിൽ ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ, അന്ന് ഖാലിദ് ബിൻ വലീദ് മുശ്രിക്കാണ്,
മുസ്ലിം ആയിട്ടില്ല. 200 കുതിരപ്പടയാളികളെ നിർത്തി വിവരമറിഞ്ഞ റസൂലുള്ളാഹ് മറ്റൊരു വഴിയിലൂടെ പോയി. മക്കക്ക് താഴെ ഹുദൈബിയ എന്ന സ്ഥലത്ത്, മരങ്ങളും വെള്ളവുമുള്ള സ്ഥലത്ത് പ്രവാചകനും സഹാബത്തും തമ്പടിച്ചു. അപ്പോ ഖുറൈശികളുടെ പ്രതിനിധികൾ വന്നു തുടങ്ങി ചർച്ചക്ക്. ഒരിക്കലും ഞങ്ങൾ നിങ്ങളെ മക്കയിൽ പല രീതിയിൽ പ്രവാചകൻ പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ഞങ്ങൾ ഉംറക്ക് വന്നതാണ്, കഅബ തവാഫ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകും. പല രീതിയില്ല, ഞങ്ങൾ കടക്കാൻ അനുവദിക്കില്ല, മടങ്ങിപ്പോണം എന്നാണ്. 2ഉം 3ഉം പ്രതികൾ മാറി മാറി വന്നു. ചർച്ചയിൽ പുരോഗതി ഉണ്ടായില്ല. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ മക്കയിലേക്ക് അയച്ചു. മക്കയിലുള്ള പ്രമാണിമാരുമായി ചർച്ച ചെയ്ത് പ്രവാചകനും സഹാബത്തും വന്ന ലക്ഷ്യം അവർക്ക് വിശദീകരിച്ചു കൊടുത്ത് ഉംറയ്ക്കുള്ള അനുവാദം, തടസ്സങ്ങൾ നീക്കുക എന്ന ലക്ഷ്യത്തിലാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സംസാരിച്ചു. പല നേതാക്കളെയും കണ്ടു. അവർ പറഞ്ഞു, ഉസ്മാനെ, നീയായിട്ട് ഞങ്ങൾക്കൊക്കെ കുടുംബം, നീ വേണമെങ്കിൽ തവാഫ് ചെയ്തു, നീ തവാഫ് ചെയ്തോ, ആ സംഘത്തെ ഞങ്ങൾ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി അറിയാം, അല്ലാഹുവിന്റെ റസൂൽ അനുവാദമില്ലാത്തൊരു കാര്യം എനിക്ക് ആവശ്യമില്ല എന്നാണ്. അല്ലാഹുവിന്റെ റസൂലിന് അനുമതി കിട്ടാത്തൊരു കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ അനുമതി ആവശ്യമില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഹുദൈബിയയിൽ തമ്പടിക്കുന്ന സ്ഥലത്ത് എത്തിയ ഒരു കിംവദന്തി, ഉസ്മാൻ റളിയല്ലാഹുവിനെ മക്കക്കാര് കൊന്നു എന്നൊരു കിംവദന്തി. ആലോചിച്ചു, ദൂതുപോയതാണ്, പ്രവാചകന്റെ ദൂതനാണ്. പണ്ടും ഇടക്കും ഇപ്പോഴും ഇനിയും ദൂതന്മാരെ ആക്രമിക്കാൻ പാടില്ല എന്ന് എഴുതിയതും എഴുതാത്തതുമായ നിയമമാണത്. അതാണ് ഇന്ത്യയിലെ മറ്റു രാജ്യങ്ങളിലെ അംബാസഡർമാർക്കുള്ള ഒരു സൗകര്യം. അതാണ് നമ്മുടെ അംബാസഡർമാര് വേറെ രാജ്യത്തുണ്ടാവും. അംബാസഡർമാര്, ദൂതന്മാരെ പണ്ടും അങ്ങനെയാണ്, ഇടക്കാലത്തും മധ്യകാലത്തും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്, ഇനിയും അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതനായി പോയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിച്ചു എന്ന് കേട്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല മുസ്ലിങ്ങൾക്ക്. പ്രവാചകനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒഴിച്ചുള്ളവരെ വിളിച്ചു കൂട്ടി. വൈബറിയിലാന്നുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ വന്ന വിവരതാണ്, കൊന്നു എന്നാണ്, അവര് കൊന്നു എന്നാണ്. വൈബറിയിൽ ഒക്കെ ഔലിയാക്കന്മാരാ, ഇവിടെ ഉള്ളവരൊക്കെ ഒറിജിനൽ ഔലിയാക്കന്മാരാ. മറഞ്ഞ കാര്യം അറിയില്ല. റസൂൽ സല്ലല്ലാഹു വഹി കിട്ടുന്ന ആളാണ്, മറഞ്ഞ കാര്യം അറിയില്ല. അവര് പ്രവാചകന്റെ കയ്യിൽ കൈവച്ച് പ്രതിജ്ഞയെടുത്തു, മരണം വരെ ഞങ്ങൾ പ്രവാചകരെ താങ്കളോടൊപ്പം ഉസ്മാനെ കൊന്നവരോട് യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. 1399 പേരും പ്രവാചകന്റെ കയ്യിൽ. അത് കഴിഞ്ഞപ്പോ പ്രവാചകന്റെ ഇടത്തെ കൈ വലത്തെ കയ്യിൽ വെച്ചിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ പ്രതിജ്ഞയും എന്ന് പറഞ്ഞുകൊണ്ട് നബി തന്നെ വേഗത്തിൽ ഈ വിവരം മക്കയിൽ എറിഞ്ഞു. 1400 ആൾ മരിക്കാൻ തയ്യാറായിരിക്കുന്നു. പ്രതിജ്ഞ എടുത്തവരെ പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, സൂറത്ത് ഫതഹിൽ, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായൂനക തഹ്ത അശ്ശജറ. നബിയെ, താങ്കളുമായി ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് താങ്കളോട് ബൈഅത്ത് ചെയ്ത മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുള്ള അല്ലാഹു അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് അല്ലാഹു സമാധാനമിറക്കി. തൊട്ടടുത്ത് വരാൻ പോകുന്ന ഒരു വിജയം പ്രതിഫലമായി നൽകുകയും ചെയ്തു. ക്ഷമയുടെ പ്രതിഫലം വമ്പിച്ച വിജയമാകുന്നു എന്ന് അല്ലാഹു പ്രഖ്യാപിക്കാൻ.
ഈ സഹനത്തിന്റെ പ്രതിഫലം വമ്പിച്ച ഒരു വിജയമാകുന്നു. മരിക്കാൻ പ്രതിജ്ഞ എടുത്ത 1400 ആളുകളെ തടുത്തു നിർത്താൻ സാധ്യമല്ലെന്ന് ഖുറൈശികൾക്ക് മനസ്സിലായി. ഇതുവരെ വന്ന ആളുകളെ അല്ല പറഞ്ഞയച്ച, പിന്നെ അല്പം മയത്തിൽ വർത്താനം പറയുന്ന സുഹൈൽ ഇബ്നു അംർ മുശ്രിക്കാണ്, പിന്നീട് മുസ്ലിമായിട്ടാ. അപ്പൊ മുശ്രിക്കാണ്. ആ സുഹൈൽ ഇബ്നു അംറിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായി ചർച്ചക്ക് അയച്ചു. ചർച്ച പുരോഗമിച്ചു. റസൂൽ ചർച്ചക്കും തയ്യാറായി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ അപ്പോഴേക്കും മടങ്ങിയെത്തി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മടങ്ങിയെത്തി. അത് വ്യാജ വാർത്തയായിരുന്നു, കൊല്ലപ്പെട്ടു എന്നത്. അദ്ദേഹം തിരിച്ചെത്തി. ചർച്ച പുരോഗമിച്ചു. ഒരു ഘട്ടത്തിലും ചർച്ച പൊളിയരുത് എന്ന് റസൂലുള്ളാഹി ആഗ്രഹിച്ചു. അങ്ങനെ ചർച്ചയുടെ തീരുമാനങ്ങൾ നബിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. അലി റളിയല്ലാഹു അൻഹുവിനോട് എഴുതാൻ പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു കരാർ എഴുതല്ല. പ്രസംഗത്തിന് മുമ്പ് ബിസ്മില്ല വേണ്ട, എഴുത്തിന് മുമ്പ് ബിസ്മില്ല വേണ്ട. ഹംദ് കൊണ്ട് തുടങ്ങിയ പ്രസംഗം ഹംദ് കൊണ്ട് തുടങ്ങിയ, എഴുത്ത് ബിസ്മി കൊണ്ട് തുടങ്ങി. റസൂലുള്ളാഹി കരാർ എഴുതി പറഞ്ഞു കൊടുക്കണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുഹൈൽ, മുശ്രിക്കിന്റെ പേര് സുഹൈൽ. അത് പറ്റൂല. അല്ലാഹ് റഹ്മാനൊന്നും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, പിന്നെ നമ്മൾ രണ്ടുകൂടെ അംഗീകരിക്കാത്തൊരു കാര്യം എഴുതാൻ പറ്റില്ല. അപ്പോഴേക്കും സഹാബത്തിന് അല്ലാഹ് റഹ്മാൻ എഴുതാൻ പറ്റൂല എന്നാണ്. ചൂടായി തുടങ്ങി. നബിയുടെ ചുറ്റും നിൽക്കുന്ന സഹാബികൾ ചൂടായി തുടങ്ങി. അവര് പറഞ്ഞത് എന്തെന്നറിയുമോ? അള്ളാന്റെ പേരിൽ തന്നെ എഴുതിക്കോ, റഹ്മാൻ പറ്റില്ല, ബിസ്മിക അല്ലാഹുമ്മ. മുശ്രിക്കുകൾക്ക് അള്ളാഹിന് വിശ്വാസം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതാൻ അള്ളാന്റെ നാമത്തിൽ തന്നെ റസൂലുള്ളാഹി അലിയോട് പറഞ്ഞു, ശരി അങ്ങനെ എഴുത്, അങ്ങനെ എഴുത്. അവര് പറഞ്ഞ പോലെ എഴുതിക്കോ, ബിസ്മിക അല്ലാഹുമ്മ. അള്ളാന്റെ പേരിൽ തന്നെയല്ലേ. അള്ളാഹ് റഹ്മാനും റഹീമുമാണ് എന്നും ഇവര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹ് റഹ്മാൻ റഹീം, അങ്ങനെ എഴുതിക്കോ. കരാർ മിൻ മുഹമ്മദിൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദുമായിട്ടുള്ള കരാർ. സുഹൈൽ, നീ അള്ളാന്റെ റസൂൽ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്നാ പിന്നെ കരാറുണ്ട, യുദ്ധണ്ട, തടയലുണ്ട, വല്ലതും ഉണ്ടോ? നീ അള്ളാന്റെ റസൂലാണ് എന്ന് ഞങ്ങൾ സമ്മതിച്ചാൽ നമ്മി പിന്നെ എന്ത് തർക്കം, എന്ത് തടയല്, എന്ത് യുദ്ധം? അത് പറ്റൂല. നീ വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ, മിൻ മുഹമ്മദിൻ ഇബ്നു അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹുടെ മോൻ മുഹമ്മദുമായിട്ടുള്ള കരാർ. റസൂൽ അലി അത് വെട്ട്, ആദ്യത്തത് വെട്ട്, എന്നിട്ട് ആ പറഞ്ഞ പോലെ എഴുതിയാ മതി. കരാർ എന്തായാലും നടക്കണം എന്നാണ് റസൂലുള്ളാഹിയുടെ. മിൻ മുഹമ്മദ്, അലി വെട്ടൂല. റസൂലുള്ളാഹി എന്നുള്ളത് ഞാൻ വെട്ടൂല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഷഹാദത്ത് ചൊല്ലിയവരല്ലേ. ബിദ്അത്ത് ചെയ്യാൻ വല്ല ഭയണ്ട നമുക്ക്? മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പ്രഖ്യാപിച്ച ഒരാൾ റസൂൽ പഠിപ്പിക്കാത്തൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. അലി വെട്ടാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂൽ എന്നുള്ളത് ഞാൻ വെട്ടേ. റസൂൽ പറഞ്ഞ എവിടെയാണത്? റസൂൽ തന്നെ അത് വെട്ടു. മിൻ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ്. ഇനി കരാറിന്റെ വ്യവസ്ഥകൾ. ഇക്കൊല്ലം മടങ്ങിപ്പോകണം. നോക്കൂ നിങ്ങൾ, സഹാബത്ത് എങ്ങനെ ക്ഷമിക്കേണ്ടി വന്നു എന്നതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇക്കൊല്ലം മടങ്ങിപ്പോകണം, അടുത്ത കൊല്ലം വന്നിട്ട് ഉംറ ചെയ്യാം, 3 ദിവസം മക്കയിൽ താമസിക്കാം. ഉംറ ചെയ്ത് വേറൊന്നും പാടില്ല. ഇക്കൊല്ലം മടങ്ങിപ്പോണം. ഉമർ ഖത്താബിന് അപ്പ തന്നെ വാളിന്റെ പിടിയിലേക്ക്, കൈവാളിന്റെ പിടിയിലേക്ക്. ഉംറക്ക് മക്കളുടെ അടുത്ത് വരെ വന്നിട്ട് ഉംറ ചെയ്യാൻ പോവേ, അത് നടക്കൂല. അങ്ങനെ തന്നെ ഇരിക്കോ, കൊല്ലം മടങ്ങിപ്പോയി. അടുത്ത കരാറെന്നറിയോ? മക്കയിൽ നിന്ന് ഒരാൾ ഇനി മുസ്ലിമായി മദീനയിൽ വന്നാൽ മടക്കി അയക്കണം. മദീനയിൽ നിന്നൊരു മുസ്ലിം അയാൾ കാഫറായി മുശ്രിക്കായിട്ട് മക്കയിലേക്ക് പോയാൽ മടക്കി അയക്കില്ല.
ഉമർ ഖത്താബ് ഇരുന്നോട് നിന്ന് എഴുന്നേറ്റു. എന്തീ പറയാൻ നിങ്ങൾ കേട്ടില്ല? കരാറ്, മുശ്രിക്കുകളായിട്ടുള്ള കരാർ. ഇനി മക്കയിൽ നിന്നൊരാൾ, ഒരു പുരുഷൻ മുസ്ലിമായി മദീനയിലേക്ക് എന്ന റസൂൽ എന്നെ മടക്കി അയക്കാൻ കഴിയും. മദീനത്ത് ഒരു മുസ്ലിമായിരുന്ന ഒരാൾ മുശ്രിക്കായിട്ട് കാഫറായിട്ട് മക്കത്തേക്ക് ചെന്നാൽ മടക്കി അയക്കുകയുമില്ല. ഇതെന്തൊരു അന്യായമായി സഹാബത്ത്. നബി പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കൂ. മദീനത്ത് നിന്ന് മുസ്ലിമായി കഴിഞ്ഞ ഒരാൾ മുശ്രിക്കായി കാഫറായി മക്കത്ത് പോയാൽ അയാൾ നമുക്ക് ആവശ്യമില്ല. അയാൾ എന്തിനു? അള്ളല്ലേ അയാൾ അകറ്റി തന്ന്, അയാൾ അവിടെ ഉണ്ടാവണല്ലേ കുഴപ്പം. അവിടെ നിന്നൊരാൾ മുസ്ലിമായി വന്നാൽ മടക്കി അയച്ചാൽ അള്ളാഹിന്റെ സഹായവും കരുണയുണ്ടാവും, രക്ഷാമാർഗം അള്ളാഹു കൊടുക്കും. ഇതും തീരുമാനമായി പ്രിയപ്പെട്ടവരെ, ഇതും തീരുമാനമായി, കരാറായി, ഒപ്പിട്ടിട്ടില്ല. അപ്പോഴാണ് ഒരു ശബ്ദം, യാ മഅ്ശറൽ മുസ്ലിമീൻ, മുസ്ലിം സമൂഹമേ എന്നെ സഹായിക്കൂ, എന്നെ രക്ഷിക്കൂ എന്നൊരു നിലവിളി. സഹാബത്ത് തിരിഞ്ഞു നോക്കിയപ്പോ ഈ ചർച്ചക്കിരിക്കുന്ന സുഹൈലിന്റെ മകൻ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു മുസ്ലിമായതിന്റെ പേരിൽ ബന്ധുക്കൾ മക്കയിൽ തടവിലിട്ട് ചങ്ങലക്കിട്ട് ആ ചങ്ങല പൊട്ടിച്ച് ചങ്ങല വലിച്ചു വരികയാണ്. നബിയും സഹാബത്തും ഹുദൈബിയയിലുണ്ടെന്നുള്ള അറിവ് കൊണ്ട് അവിടെ എത്തിപ്പെട്ട രക്ഷപ്പെട്ടല്ലോ എന്ന നിലക്ക് ഓടി വരികയാണ്. പ്രിയപ്പെട്ടവരെ, എന്തായിരിക്കും ആ സഹാബികളുടെ ഒരു സ്ഥിതി? ആ സഹാബത്തിന്റെ ഒരു സ്ഥിതി എന്തായിരിക്കും? ഒരു മുസ്ലിമായ കരാർ കൈമാറിയിട്ടില്ല, ഒപ്പിട്ടിട്ടില്ല, ചർച്ച കഴിഞ്ഞിട്ടുള്ളൂ. എന്നെ രക്ഷിക്കണേ, നിങ്ങൾ കാണുന്നില്ല എന്റെ ശരീരത്തിലെ അടയാളങ്ങൾ, ആ മുശ്രിക്കുകൾ എന്നെ ഉപദ്രവിച്ചതിന്റെ അടയാളങ്ങൾ, ചങ്ങലക്കിട്ടിട്ട് കാല് പഴുത്ത് പൊട്ടിയത്, അടിയുടെ പാടുകൾ. നിങ്ങൾ എന്നെ ഈ മുശ്രിക്കുകൾക്ക് വിട്ടുകൊടുക്കല്ലേ, എന്നെ രക്ഷിക്കൂ എന്ന് മുസ്ലിങ്ങളെ വിളിച്ച്. ആ രംഗം അതെങ്ങനെ ക്ഷമിക്കാൻ പറ്റും? എങ്ങനെ സഹിക്കാൻ പറ്റും? റസൂൽ പറഞ്ഞു, അടങ്ങൂ, അടങ്ങൂ നിങ്ങൾ. ആ വിഷയത്തിൽ റസൂലുള്ളാഹിയുടെ തീരുമാനം, അത് സഹാബത്ത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് അത്ഭുതകരമായ ഒരു കാര്യം. മനുഷ്യ ചരിത്രത്തിൽ അങ്ങനെ ഒരവസ്ഥയില്ല. പക്ഷേ അല്ലാഹു പറഞ്ഞില്ലേ, തൊട്ടടുത്ത ഈ ക്ഷമക്ക് വലിയൊരു വിജയം അല്ലാഹു കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു. മക്കം ഫതഹ്. ഇതേ കരാറ് കൊണ്ടാണ് കൃത്യം 2 കൊല്ലം കഴിഞ്ഞപ്പോ മക്ക പരിപൂർണമായി പ്രവാചകൻ. ഈ കരാറ് കാരണമായിട്ടാണ്. ആ ക്ഷമയുടെ പ്രതിഫലമാണ് ഉമ്മത്ത് ഏത് ഘട്ടത്തിലും ക്ഷമിച്ച് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് തവക്കുലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള സഹായം. ബാക്കി അടുത്ത ഖുത്ബയിൽ, ഈ 2ാം ഖുത്ബയിൽ നമുക്ക് കേൾക്കാം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പരീക്ഷണങ്ങളും റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നബി കാര്യമായി സംസാരിച്ചു അവരോട്. നമ്മൾ കരാർ കൈമാറിയിട്ടില്ലല്ലോ, ഇതിപ്പോ അതിനു മുമ്പല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് വിട്ടുതറി. ഇവന്റെ കാര്യത്തിൽ, ഈ അബൂ ജുന്ദലിന്റെ കാര്യത്തിൽ അത് കഴിഞ്ഞിട്ട് മതി കരാർ. റസൂലുള്ളാഹി സഹാബത്ത് തിളച്ചു നിൽക്കണ കാണണം. പലരുടെയും കൈ കുറേന്ന് വാൾ ഊരി തുടങ്ങി. പലരും കെഞ്ചി നോക്കി അല്ലാഹുവിന്റെ റസൂൽ സുഹൈലിനോട് വാപ്പണ്ട. ആദ്യം തന്നെ മുസ്ലിങ്ങളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി അയാൾ എഴുന്നേറ്റ് മകന്റെ കവളത്തൊരൊറ്റടിയാണ്. ഒന്നും
ചെയ്യാൻ പറ്റില്ല. റസൂലുള്ളാഹി അനുവദിക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സഹാബത്ത് ഒരു മുസ്ലിമായി വന്ന അദ്ദേഹം പറഞ്ഞത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ ഒരു തെറ്റ് ചെയ്തില്ല, അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ, മുഹമ്മദ് നബി അള്ളാഹു റസൂലാണ് എന്ന് സാക്ഷ്യം വഹിച്ചതിന്റെ പേരിലാണ് എന്നെ ഇവരെ ഉപദ്രവിക്കുന്നത്. അവസാനം ഇല്ല, എന്നാ ഞാൻ പോകുന്നു, ഒരു കരാറും വേണ്ട. അയാൾ എഴുന്നേറ്റു. ഈ അബൂജുന്തലിനെ അടക്കം മടക്കി കൊടുക്കാൻ സമ്മതിച്ചപ്പോ ഉമർ ഖത്താബ് എഴുന്നേറ്റു. റസൂലിന്റെ അടുത്ത് ചോദിച്ച ചോദ്യം സഹിക്കാൻ പറ്റണ്ടേ? സങ്കടം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലേ, നമ്മൾ ഹക്കിലല്ലേ, ശാന്തനായി പറഞ്ഞു, ബല, അതെ, ഞാൻ അല്ലാഹുവിന്റെ നബി തന്നെയാണ്, നമ്മൾ തന്നെയാണ് ഹക്കിലുള്ളത്, അവർ ബാത്തിലുള്ളവരാണ്. എന്നിട്ട് നമ്മൾ എന്തിനിങ്ങനെ കീഴൊതുങ്ങി കൊടുക്കണം? അല്ലാഹുവിന്റെ റസൂലേ, എന്തിനു? ഉമറേ, ക്ഷമിക്കൂ ഉമറേ, അല്ലാഹു അതിന്റെ പേരിൽ നമുക്കൊരു വിജയം നൽകും. അവിടെ ചെന്ന ആളുകളില്ലേ മടക്കയക്കുമ്പോ അവർക്ക് അല്ലാഹു അവർക്ക് തുറവി കൊടുക്കും. തിരിച്ച് ഇവിടെ കൊണ്ടുപോയില്ലേ? അതേപോലെ സംഭവിച്ചു പ്രിയപ്പെട്ടവരെ. അബൂജുന്തലിനെ വീണ്ടും തടവിലിട്ടു. അതുപോലെ കുറെ മുസ്ലിങ്ങളുടെ മക്കയിൽ ഹിജറ പോരാൻ പറ്റാതെ മുശ്രിക്കുകളുടെ പീഡനം അവരെല്ലാം സംഘടിച്ച് ഒരു ദിവസം ഒളിച്ചോടി. മദീനത്തേക്ക് വന്നിട്ട് കാര്യമില്ല, മടക്കി സ്വന്തം കൺമുമ്പിൽ വന്നിട്ട് മടക്കി അയച്ചു. ഇനി മദീനത്തേക്ക് വന്നിട്ട് കാര്യമില്ല, കരാറ് ചെയ്തു പോയി. അവര് ഖുറൈശികൾ കച്ചവടത്തിന് പോകുന്ന വഴിയിൽ തമ്പടിച്ചു. പരമാവധി ദ്രോഹം മക്കയിലെ കച്ചവടക്കാർ. പൊറുതി മുട്ടിയപ്പോ ഒരു മക്കക്കാരെ പ്രതി മദീനത്തേക്ക് വന്നു. അവരെ നിങ്ങൾ എന്നെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അബൂജുന്തലിനെ കൂട്ടുകാരൊക്കെ വന്നു മദീനത്തേക്ക് തന്നെ നിങ്ങൾ വിളിച്ചുകൊണ്ട് പോവാൻ. ഈ വാശി പിടിച്ചവര് തന്നെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറഞ്ഞു, നിശ്ചയമായും നബിയെ താങ്കൾക്ക് വലിയൊരു വിജയം നാം സമ്മാനിച്ചിരിക്കുന്നു. താങ്കൾ മുമ്പ് ചെയ്തതും ഇനി ചെയ്യാനുള്ളതുമായ മുഴുവൻ പാപങ്ങളും നാം പുറത്തു തന്നിരിക്കുന്നു. താങ്കളുടെ മേൽ നമ്മുടെ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. താങ്കളെ നാം ശരിയായ മാർഗത്തിലൂടെ നയിക്കും. അജയ്യമായ ഒരു വിജയം, ഒരു സഹായം താങ്കൾക്ക് നാം നൽകുകയും ചെയ്യും. അത് തന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ കരാറില് പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ടായിരുന്നു. കരാർ 10 കൊല്ലം. 10 കൊല്ലം നമ്മൾ തമ്മിൽ യുദ്ധം പാടില്ല. നബി അതാ കൊതിച്ചതേ. ആ സന്ദർഭം ചോദിച്ച് ഇസ്ലാമിക പ്രബോധനം നടത്താൻ പ്രവാചകർ ഉദ്ദേശിച്ചത് യുദ്ധമില്ലാത്തൊരു കാലം. സംഘർഷത്തിൽ പ്രബോധനം എളുപ്പമല്ല, സമാധാനമുള്ളൊരു കാലം. 10 കൊല്ലം നമ്മൾ തമ്മിൽ യുദ്ധമില്ല. മാത്രമല്ല, ഏതൊരു ഗോത്രത്തിനും 2 കൂട്ടർ ഇഷ്ടമുള്ള കൂട്ടരോട് കൂടാ. നബിയോടൊപ്പം കൂടുന്ന ഗോത്രത്തിന് അങ്ങോട്ട് കൂടാ, ഖുറൈശികൾ. മാത്രമല്ല, ആ സംഘത്തിലുള്ളവരെയും സഹായിക്കാൻ പാടില്ല. ഖുറൈശികൾ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ പാടില്ല എന്നല്ല, വേറെ ഗ്രൂപ്പ് ആക്രമിച്ചാൽ നബിയോടൊപ്പമുള്ള ഒരു ഗോത്രത്തെ അവരോടൊപ്പമുള്ള ഗോത്രം ആക്രമിച്ചാൽ നിങ്ങൾ സഹായിക്കാൻ പാടില്ല. അത് തെറ്റിച്ചു. ഖുസാ ഗോത്രക്കാരെ ആക്രമിച്ചു. മുശ്രിക്കുകളുടെ കൂടെയുള്ള ഗോത്രം മുശ്രിക്കുകൾ രഹസ്യമായി സഹായിച്ചു. ആ വിവരം മക്കയിൽ, മദീനയിൽ 10,000 ആ സമയത്തുണ്ടല്ല, എല്ലാ രാജ്യത്തേക്കും ഇസ്ലാമിക പ്രബോധനത്തിന് ദൂതന്മാരെയും
രാജാക്കന്മാർക്ക് കത്തുകളായി. 1400 ആളാണ് 6-ാം കൊല്ലത്തിൽ പോരണ്ടായത്. മക്കമ്പത്ത് 2 കൊല്ലത്തിന് പോയതേ 10,000 സഹാബികളാണ്. പ്രവാചകനോടൊപ്പം മക്ക കീഴടക്കാൻ യുദ്ധമില്ലാതെ, രക്തച്ചൊരിച്ചിലില്ലാതെ അതിന് വഴിവെച്ചത് ഈ ക്ഷമയാണ്, ഈ കരാറാണ്, ഈ സന്ധിയാണ്. നമ്മൾ മറന്നുപോകും. പെട്ടെന്ന് നമുക്ക് സഹിക്കാൻ പറ്റൂല. അത് പറ്റില്ല, ഇങ്ങനെ പറ്റില്ല, വിട്ടുവീഴ്ച പറ്റൂല. വലിയൊരു നന്മ ആഗ്രഹിച്ചുകൊണ്ട്, മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ ഗുണം ആഗ്രഹിച്ചുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമ്പോൾ ചെയ്യാം എന്ന ഗുണപാഠമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അള്ളാഹു എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കും. ലോകത്തുള്ള വിശ്വാസികളൊക്കെയും പല രീതിയിൽ പരീക്ഷിക്കപ്പെടുന്നു. നമുക്ക് പല ആശങ്കകളുണ്ട്. ആ ആശങ്കയിൽ ക്ഷമ കൈവിടരുത്. അള്ളാഹുവിനുള്ള പ്രതീക്ഷ കൈവിടരുത്. അള്ളാഹുവിന്റെ രക്ഷയും സമാധാനം എന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.